ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിവിടെ ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതും അമൃതം പൊടി ഉപയോഗിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ അമൃതം പൊടി 6 മാസം പ്രായം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടികളിൽ നിന്നും കിട്ടുന്ന ഒരു ന്യൂട്രിമിക്സ് പൗഡറാണ് അമൃതം. ഇനി ഈ പൊടി ഇല്ലാത്തവരും വിഷമിക്കേണ്ട, ഗോതമ്പ് ഉപയോഗിച്ചാൽ മതി. 50% ഗോതമ്പ് പൊടിയാണ് ഈ മിക്സിലുള്ളത്. അപ്പോൾ ആദ്യം അമൃതം പൊടി ഒരു പാക്കറ്റ് 500 ഗ്രാമിൻ്റെ, അടുത്തതായി 3 അച്ച് ശർക്കര, ഒരു വലിയ സൈസുള്ള തേങ്ങ ചിരകിയതാണ്, 4 ടേബിൾ സ്പൂൺ നെയ്യ്, 100 ഗ്രാം അണ്ടിപ്പരിപ്പ്. ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി ഞാൻ ലഡു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പകുതി ക്രഷ് ചെയ്തിട്ട് ലഡുവിൽ ചേർക്കാനും വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അമൃതം പൊടി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ നന്നായി ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് അമൃതം പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് തുടർച്ചയായി ഒരു 5-6 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. പൊടിയുടെ പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷവും ഞാൻ ഇത് കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അടി പിടിക്കും, കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ പരുവായി കഴിഞ്ഞാൽ നമുക്ക് നിർത്തി കൊടുക്കാം. ഇതൊരു പൊടിയൊക്കെ ഒരു തരിതരി പോലെ ആയിട്ടുണ്ട്. ശർക്കര ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. ശർക്കര ചുരണ്ടി എടുത്താലും മതി. ഇനി എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജാറിലിട്ട് പൊടിച്ചെടുത്തത് കൊണ്ട് തന്നെ ഒന്ന് വെറ്റായിട്ടുണ്ട് ശർക്കര. അതുകൊണ്ട് തന്നെ നന്നായി എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് വീണ്ടും 1 by 1 ആയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുണ്ടാക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ഉമ്മൊക്കെ ഉണ്ടാക്കി തരുന്ന അരി വറുത്തിട്ടുള്ള ഒരു കശുവണ്ടിപ്പുട്ടാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ സെയിം പ്രിപ്പറേഷനിൽ ഞാൻ ഇത് ഫോളോ ചെയ്യാറ്. ലഡുവിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് ചേർത്ത് നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. അതൊരു ഭംഗിക്ക് വേണ്ടി ചേർത്തതാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ അമൃതം ലഡു തയ്യാറായിട്ടുണ്ട്. ഈസി സ്നാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി സ്നാക്കും കൂടെയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കും ലഭിക്കും. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.